ഹലോ ഹായ്. അപ്പം ഞാൻ പോവുകയാണ് ഇന്ന്. ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അവർ മേടിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ 100 ദിവസം കഴിഞ്ഞിട്ടേ എല്ലാവരെയും കാണും. പക്ഷെ നിങ്ങളെന്നെ എല്ലാ ദിവസവും കാണുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ 100 ദിവസം കഴിഞ്ഞേ കാണും. എനിക്കറിയാം ഞാനിപ്പോൾ പോകുന്ന ഈ സ്ഥലം വന്നിട്ട് ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സ്ഥലത്തോട്ടാണ് ഞാൻ പോകുന്നത്. ഇത്രയും വലിയ സ്റ്റേജിൽ ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് എല്ലായിടത്തും പറയാം. നമുക്ക് എന്ത് വേണമെങ്കിലും അത് നമ്മൾ അങ്ങ് ആഗ്രഹിക്കുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അപ്പം നമുക്ക് പ്രവർത്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എപ്പോഴും നമ്മളെ കംഫോർട്ട് സോണിൽ നിന്നിട്ട് നമുക്ക് വലുതായിട്ടൊന്നും നേടാൻ പറ്റത്തില്ല. നമ്മുടെ കംഫോർട്ട് സോൺ നമ്മൾ എപ്പോൾ ഉപേക്ഷിക്കുന്നോ അപ്പോഴും മുതലായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാവുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ബിഗ് ബോസ് എന്നുള്ള ഈ ഒരു ഷോയില് ഇപ്പം ഞാൻ പോണത് തന്നെ അറിയാലോ. കാര്യം ഞാൻ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഷോയിലോട്ട് പോകുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. അപ്പം ഞാൻ കുറേയൊക്കെ വേണ്ടാന്ന് വെച്ചാൽ മാത്രമേ എനിക്ക് പുതിയതായിട്ട് കുറേയൊക്കെ നേടാൻ പറ്റൂ. അതും എനിക്കറിയാം. അപ്പം ഉറപ്പായിട്ടും നിങ്ങളാണ് എൻ്റെ സപ്പോർട്ടേഴ്സ്. നിങ്ങൾ ഓരോരുത്തരുടെയും ആ ഒരു മോട്ടിവേഷൻ, നിങ്ങൾ ഓരോരുത്തരും എന്നിൽ അർപ്പിച്ച വിശ്വാസം, എന്നിൽ അർപ്പിച്ച വിശ്വാസം അതെനിക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ്. അപ്പം അതുപോലെ സാബു, അതുപോലെ അച്ചു, അനൂപ്, സുജീവ്, പിന്നെ അന്നമ്മ, പിന്നെ റാക്നർ, റോക്കി, മൈസാൻ, പിന്നെ നമ്മുടെ അച്ചു, പിന്നെ നമ്മുടെ ജിത്തു, അരുണ്, അതുപോലെ തന്നെ നമ്മുടെ ബാവയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറെ പറയാനുള്ള ഒരു മനുഷ്യനാണ് ബാവയ്ക്ക. കാര്യം ഞാൻ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ട സമയത്തൊക്കെ എന്നെ കുറച്ചെങ്കിലും സഹായിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പം ആ പുള്ളി ബാവയ്ക്ക, അതുപോലെ തന്നെ ശക്തി, അതുപോലെ തന്നെ നമ്മുടെ പാണ്ഡ, അതുപോലെ സദർ, നസറുള്ള, പിന്നെ പേരൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ എൻ്റെ വെൽ വിഷേഴ്സ്, എൻ്റെ സപ്പോർട്ടറായിട്ടുള്ള അന്നമ്മ, പിന്നെ ഫാത്തിമ, പിന്നെ അതുപോലെ തന്നെ തിലക, അതുപോലെ പ്രകാശ്, അതുപോലെ കാർത്തിക് വർമ്മൻ, അതുപോലെ ശഷ്മിത, അതുപോലെ പിന്നെ എല്ലാവരും, പിന്നെ എൻ്റെ സ്റ്റുഡിയോയിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ആഷ്ന, അതുപോലെ സുമി, അതുപോലെ തന്നെ അക്ഷയ് ബ്രോ, അതുപോലെ നമ്മുടെ സൗരവ്, പിന്നെ ശ്രീജിത്ത്, വിജയ്, അജയ്, അപ്പം അതുപോലെ തന്നെ രനിത്ത്, അജിത്ത്, പിന്നെ നമ്മുടെ ശരത്ത്, പിന്നെ നമ്മളെ പ്രക്ഷോഭ്, അതുപോലെ തന്നെ നമ്മുടെ പ്രക്ഷോഭ്, പിന്നെ പേര് വിട്ടുപോയല്ലോ. ഇവരെല്ലാവരും പിന്നെ എനിക്ക് ഈ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ആൾക്കാരാണ്. തിരിച്ച് ഞാനും എല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരുമാണ് എൻ്റെ സപ്പോർട്ടേഴ്സ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം തന്നെ എൻ്റെ കൂടെ കാണുമെന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം തിരിച്ച് വിജയിച്ച് വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ പോവുകയാണ്. സൈനിങ് ഔട്ട്, യുവർ റോക്കി. ബൈ, സി യു. വരുമ്പോഴത്തേക്കും ഞാൻ കപ്പുമായിട്ട് വരും. ഉറപ്പായിട്ടും കാത്തിരിക്കുക, പ്രേ ചെയ്യുക. സപ്പോർട്ട് എപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പ്രേ ചെയ്യുക. അതുപോലെ 2 പേരുടെ പേരും കൂടെ പറയാനുണ്ട്. ഷാന്, അതുപോലെ തന്നെ രഞ്ജിത്ത് ബ്രോ. അരുണിന്റെ പേര് പറഞ്ഞൊന്നും ഞാൻ വിട്ടുപോയി. അരുൺ ബ്രോ. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. കാണാം.